ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്വന്തം വീട്ടിൽ, എൻ്റെ കുലൂരെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് എടുത്തൊരു വിശേഷമായിട്ട് കൂടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുന്നേ ഉള്ളൂ. സമയം ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എടുത്ത വിശേഷമായിട്ട് കാണാം. രാവിലെ തന്നെ എണീച്ചിട്ടിതാ ഇവനെ കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. പുറത്തിറക്കണം എന്നുണ്ട്, പക്ഷെ മഴ ആയതുകൊണ്ട് ഇതാ പാവം നോക്ക് പുറത്തിറക്കാൻ പറ്റൂല ഇപ്പോൾ നിലവിൽ. സ്നോയി ചെയ്യേ സ്നോയി കിട്ടാ എന്നാ വാ വാ. പാവം കണ്ട വാന്ന് വിളിച്ചപ്പോഴത്തേന് ഞാൻ കൂട് തുറക്കുമെന്ന് വിചാരിച്ചിട്ട് കാത്തു നിൽക്കുന്ന തുറക്കൂല, മഴയാ നട അനങ്ങാണ്ട് കിടന്നു കേട്ടോ. അങ്ങനെ അമ്മ നല്ല കോഫിയെല്ലാം കൊണ്ടു തന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ കുടിച്ചിട്ട് പണിയുണ്ട് കുറച്ച്, വേറെ ഒന്നല്ല. ഇന്ന് അച്ഛൻ്റെ മരുമോളും ഫാമിലിയൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഫുഡെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് ഞാനും അമ്മയുള്ളത്, ഉച്ചക്കേക്കുള്ള ലഞ്ചാക്കാൻ വേണ്ടി. അപ്പോൾ പതിയെ ഓരോ വീഡിയോ ആയിട്ട് എടുക്കാം. ഞാൻ ആദ്യം ഒന്ന് കോഫി കുടിച്ചെടുക്കട്ടെ. അങ്ങനെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യലൊക്കെ ഏകദേശം റെഡിയായി. സാമ്പാർ, നാരങ്ങാക്കറി, പച്ചടി, അവിയൽ, കൂട്ടുകറി, വറവ്, പപ്പടം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനും അമ്മയും ഇന്നലെ കുറച്ച് ചക്ക വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വല്യമ്മയുടെ വക നല്ല കുത്തരി പായസം. പിന്നെ ഞാൻ സൈഡിൽ നിന്ന് ചിക്കൻ വറുക്കുന്നതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. പിന്നെ ഞാൻ പുറത്ത് നല്ല മഴയായപ്പോൾ ഞാൻ വിചാരിച്ച ചൂട് പാൽപ്പായസം കുടിക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കുടിക്കാമെന്ന്, ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നതാണ്. പിന്നെ വലിയ ഉണ്ടാക്കിയതിനൊക്കെ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ വാഴയില വെട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ വലിയ കത്തിയൊക്കെ എടുത്ത് വാഴയില വെട്ടാൻ പോയി. പക്ഷേ എനിക്ക് അവിടെ ഒന്നും ഹൈറ്റ് എത്തുന്ന ഇതിലുണ്ടായില്ല, എല്ലാം പൊക്കത്താണ് ഉണ്ടായേ. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ഇടാൻ വേണ്ടി മാത്രം കുറച്ച് ഒരു ചെറിയ പീസ് മുറിച്ചിട്ട് വന്ന്. പിന്നെ ഇത് എൻ്റെ അച്ഛൻ ഫുഡ് കഴിച്ച്. അച്ഛന് വാഴയിലെല്ലാം ഒന്നും വേണ്ട, കാരണം വാഴയിലിട്ട് അവിടെ ഇരുന്ന് TV കാണാൻ പറ്റത്തില്ലല്ലോ. അച്ഛൻ 24 hours ന്യൂസിൻ്റെ ആളാണ്. പിന്നെ നമ്മൾ സ്നോയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത്, മീനും ചോറുമാണ് അവന് കൊടുക്കാറുള്ളത്. ഉപ്പൊന്നും ഇടാത്ത അങ്ങനെയാണ് കൊടുക്കുന്നത്. പക്ഷെ മൂപ്പരൊന്നും കഴിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഞാൻ നേരെ മഴ ചെറുതായിട്ട് ചാറ്റി തുടങ്ങിയപ്പോൾ നമ്മൾ ടെറസിലോട്ട് പോയി. ഇതാണ് എൻ്റെ ടെറസ് എന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇതിനെ എല്ലാവരും അള്ളിമുക്ക്, കാട്ടുമുക്ക് എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ ഇവിടെ ജീവിക്കുന്നവർക്ക് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു സ്ഥലത്തിൻ്റെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ അടിപൊളിയാണ്. പിന്നെ മഴയത്ത് ടെറസ് കുറച്ച് നനഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളത്തിലും കൂടി കളിച്ച്. അങ്ങനെ അത് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച് എല്ലാം വിളമ്പി സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ 2 പപ്പടം കൊടുക്കുന്നത്, ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയത് കണ്ടോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മയും വല്യമ്മയും കൂടി കഴിച്ചു. കാരണം ഗസ്റ്റുകളൊക്കെ ഇച്ചിരി നേരം വൈകിട്ടേ വരുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞ്. പിന്നെ ഇങ്ങനൊരു ഫുഡ് ഇനി അടുത്ത വർഷം എനിക്ക് കിട്ടുമെന്നുള്ള ഇതിൽ ഞാനിരുന്ന് വേഗം തന്നെ കഴിച്ച്. പിന്നെ ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തോടു കൂടി എൻ്റെ ഇവിടുത്തെ വാസം ഏകദേശം തീർന്നു. ഇനി നെക്സ്റ്റ് ഇയർ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവനെ പുറത്തു കൊണ്ടുപോകാനുള്ള ഇതിലാണുള്ളത്. അച്ഛനൊന്ന് പുറത്ത് പോകാനും ഇരിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പോകുന്നതിൻ്റെ വകയുള്ള ഇതാണ്. പിന്നെ നമ്മളങ്ങനെ അവിടെ വർത്താനം പറഞ്ഞിരുന്ന് വല്യമ്മ കുറേ സമയം എൻ്റെ തലയിൽ പേനൊക്കെ ഉണ്ടാവും നോക്കി. പേനൊന്നുമില്ല. അങ്ങനെ നല്ലൊരു മഴയും കിട്ടി. ആ സമയം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പുറത്ത് ഇരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ ഇരിക്കാനും ഉറങ്ങാനും നല്ല രസമാണ്. പിന്നെ നമ്മളെ ഗസ്റ്റ് വന്നു, അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വിട്ട്. അവരങ്ങനെ സന്ധ്യയായപ്പോൾ തിരിച്ചു പോയി. പിന്നെ വൈകുന്നേരം വീട്ടിൽ വിളക്കൊക്കെ കൊളുത്തി കണ്ടില്ല. എൻ്റെ അച്ഛൻ പിന്നെ ന്യൂസ് കണ്ടിരിക്കുകയാണ്. ന്യൂസ് കാണുന്നതുകൊണ്ട് തന്നെ മൂപ്പര് ഫുൾ അപ്ഡേറ്റും ആയിരിക്കും. അങ്ങനെ രാത്രി ഞാൻ കുറച്ച് അവിയലും കുറച്ച് സാമ്പാറും കൂട്ടുകറിയൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ച്. പിന്നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്ക വറുത്തത് ഉണ്ടാക്കലായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടി നല്ല അടുപ്പത്തുനിന്ന്, രാത്രി നല്ല മഴയുണ്ട് പുറത്ത്, അങ്ങനെ നല്ല ചൂട് ചക്ക വറുത്തൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേനും എൻ്റെ അനിയത്തി രാത്രി എത്തി. അവൾ ഇച്ചിരി ലേറ്റായി, എന്നാലും വന്നപാടെ വീട്ടിലൊന്നല്ല കയറുക, നേരെ സ്നോയിനെ കാണാനാണ് മുഖ്യം. അത് കഴിഞ്ഞിട്ട് മാത്രമേ വീട്ടിലോട്ട് കയറൂ. അവനും അങ്ങനെ തന്നെ. അവൾ വരുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവനൊരു സെക്കൻഡ് ആ കൂട്ടിനകത്ത് ഇരിക്കില്ല. ഇങ്ങനെ അവളെ കൂടെ കളിക്കണം. പിന്നെ അവർ രണ്ടുപേരും കൂടി കുറേ സമയം കളിയായി. അച്ഛൻ കുറേ വഴക്കായി, കാരണം അവന് ഇച്ചിരി രോമം ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് മേത്താവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവൻ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഉമ്മതാന്ന് പറയുമ്പോൾ അവൻ ഉമ്മ കൊടുക്കുകയും ചെയ്യും.
പിന്നെ അവന് രണ്ടുപേരുള്ള സന്തോഷമായി. പിന്നെ ഞാനിതാ എനിക്ക് കൊണ്ടുവരാനുള്ള ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇത് എടുത്ത് വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനകത്ത് എന്തോ ഒരു സാധനം ഇന്നും കൂടിയല്ലേ ഇവിടെ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോഴേ ശരിക്കുണ്ടല്ലോ പിന്നെ കരയണോ ചിരിക്കണോ എന്താണെന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ശരിക്കും മനസ്സിനകത്തൊരു വലിയ ഭാരം ഇറക്കി വെച്ചൊരവസ്ഥ. ഇത് കണ്ട് ആരും പേടിക്കണ്ട. എൻ്റെ അമ്മ ഗ്രൂപ്പിൽ പാട്ട് പാടി ഇടുന്നത് അന്ന് രാത്രി. കാരണം അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞ് കോലയിൽ വന്ന് ഇരുന്നിട്ട് പിന്നെ അമ്മയുടെ കുടുംബശ്രീൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ രാത്രി എല്ലാവരും ഇങ്ങനെ പാട്ട് പാടി അയക്കും. അപ്പോൾ അങ്ങനെ പാട്ട് പാടുമ്പോൾ ഞാനും കൂടി വീഡിയോ എടുത്ത്. കാരണം കുഞ്ഞിലമ്മ ഈ പാട്ട് ഒരുപാട് നമുക്ക് പാടി തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം രാത്രി എല്ലാവരും കൂടി സൊറ പറഞ്ഞിരുന്ന് പിന്നെ ഇന്നത്തെ വിശേഷം